നമസ്കാരം. ഇന്നപ്പോൾ നമുക്ക് ന്യൂസ് വായിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ വെറുതെ ന്യൂസ് വായിക്കുന്നതിനനുസരിച്ച് ഓരോ ന്യൂസിൽ നിന്നും നമുക്ക് പോയിൻ്റുകൾ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വാലറ്റിൽ 2928 ഗോൾഡ് പോയിൻ്റുകളുണ്ട്. അതായത് ഞാൻ 0.5 എത്തുന്നു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഞാനതിനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സ്ക്രീൻ റെക്കോർഡിങ് തന്നെയാണ്. അപ്പോൾ ഈ പോയിൻ്റുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ എമൗണ്ടുകളൊന്നുമില്ല, ചെറിയ ചെറിയ എമൗണ്ടുകളാണ്. പക്ഷേ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് മാത്രം വിട്ടാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡെയിലി ബോണസ് ടാസ്ക് ഉണ്ട്, അഥവാ ഡെയിലി ലോഗിൻ ടാസ്ക് ഉണ്ട്. ഡെയിലി നമ്മൾ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോയിൻ്റ് ക്ലെയിം ആകും. ഇപ്പോൾ ഞാനൊന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആഡൊന്ന് പ്ലേ ആവുന്നുണ്ട്. ഈ ആടൊന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യും, ഇന്നത്തെ പോയിൻ്റ് ആഡിൽ 250 രൂപ എനിക്ക് ക്ലെയിം ആക്കും. അപ്പോൾ എനിക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാനുള്ള ബാർ വന്നു, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. ഇല്ല, കഴിഞ്ഞിട്ടില്ല. യെസ്, ഓക്കെ. അപ്പോൾ എനിക്കങ്ങനെ ഇന്നത്തെ ലോഗിൻ ബോണസ് ആയിട്ടുള്ള 250 പോയിൻ്റ് എനിക്ക് കിട്ടി. ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ട് 11 ദിവസം മറ്റേ ആയിട്ടുള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് കയറാറുള്ളൂ. അപ്പോൾ ഇനി ടാസ്കുകൾ എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് പേ ചെയ്യുന്നത് ടാസ്കിലേക്കാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഇനി ഡെയിലി ടാസ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി ഒരു 10 ന്യൂസ് വായിക്കുക, അല്ലെങ്കിൽ ഡെയിലി ഒരു 50 ന്യൂസ് വായിക്കുക. ഡെയിലി അല്ലെങ്കിൽ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 5 ഓഫർ വാളുകളുണ്ട്. വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് 1 അവർ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനി ആപ്പ് 5 അവറിലേക്ക് നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിച്ചാലും നമുക്ക് ഈ പറയുന്ന പോയിൻ്റുകളൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ കുറേയൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ തൽക്കാലം ഒരു ഡെയിലി ടാസ്കിലേക്ക് പോവാണ്. ഓക്കെ, ഞാനൊരു ടാസ്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ നേരെ വീഡിയോ വാച്ച് ചെയ്യാണ്. ജസ്റ്റ് ഒരു വീഡിയോ അവിടെ വാച്ച് വീഡിയോ എന്നുള്ളത് കൊടുക്കുന്നുണ്ടായിരുന്നു, ഞാനത് കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ റണ്ണിങ് ആണ്. ഇനി അത് കഴിയുമ്പോൾ എനിക്ക് അന്നത്തെ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇവിടെ ഈ വീഡിയോ റൺ നടക്കുന്നതിനിടയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ വീക്കിലെ നമ്മുടെ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. കൺഗ്രാജുലേഷൻ ഫോർ ദ വിന്നേഴ്സ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ആഡ് കഴിഞ്ഞു. അപ്പോൾ ആ പോയിൻറ്റും കൂടി എൻ്റെയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇനി ഈ പോയിൻറ്റുകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് റിവാർഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്ന് പ്രധാനമായിട്ടും പേപ്പാൽ തന്നെയാണ്. പിന്നെ ബിറ്റ് കോയിനായിട്ട് ലൈറ്റ് കോയിൻ, ആമസോൺ ഗിഫ്റ്റ് കാർഡ്, ഗൂഗിൾ ഗിഫ്റ്റ് കാർഡ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസാണ് നമുക്ക് വിഡ്രോവലിനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ നിലവിൽ 9 ന്യൂസാണ് റീഡ് ചെയ്തേക്കുന്നത്. അതിന് എനിക്ക് 3203 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. റെഫറലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡെയിലി ടാസ്കുകൾ അങ്ങനെയുണ്ട്. ഡെയിലി ന്യൂസ് വായിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടോ. ഇനി എങ്ങനെ നമുക്ക് ന്യൂസ് വായിച്ചുകൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഫസ്റ്റ് ടാബിൽ ഹോം ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ന്യൂസാണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ന്യൂസാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത്, ആ ന്യൂസുകളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ തൽക്കാലം ഫസ്റ്റ് ഒരു ന്യൂസ് പോർട്ടലിൽ ഞാൻ എടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു. വായിക്കണം നിൽക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയാലും മതി. ഇനി വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വായിച്ചുകൊണ്ട് ഏൺ ചെയ്യാവുന്നേ ഉള്ളൂ. അതൊക്കെ വായന ശീലമുള്ളവർക്കാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ പറയുന്ന വായിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഓഫർ ക്ലെയിം ചെയ്യാനായിട്ട് വന്നു. അതായത് ആദ്യത്തെ പോയിൻ്റ് ഏൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ വീണ്ടും പരസ്യമാണ്. ഓരോ ക്ലെയിമിങ്ങിലും പരസ്യം വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ പരസ്യം ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊള്ളണം. ഇനി യെസ്, സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനായി. അപ്പോൾ പരസ്യം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുറച്ച് പോയിൻ്റുകൾ എൻ്റെ കയ്യിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇനി അഗൈൻ ഞാൻ ഈ പറയുന്ന ന്യൂസിനെ വീണ്ടും സ്ക്രോൾ ചെയ്യാണ്. വെറുതെ ഇങ്ങനെയൊക്കെ തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മുകളിൽ ഡോളറിൻ്റെ സൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഡോളറിൻ്റെ സൈനിലേക്ക് നമ്മുടെ പോയിൻ്റുകൾ കയറാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാനും പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിൻ്റ് എത്തി കഴിയുമ്പോൾ ഒരു ഓഫർ ക്ലെയിം ചെയ്യാൻ പറയും. ഓക്കെ, ഞാൻ ക്ലെയിം ചെയ്യാൻ കൊടുത്തു. ക്ലെയിം ചെയ്യുമ്പോൾ പതിവ് പോലെ പരസ്യമായിരിക്കും വരിക. ആ പരസ്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട സമയമാകുമ്പോൾ സ്കിപ്പ് ചെയ്തേക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇവിടെ എനിക്ക് ആദ്യത്തെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഇതങ്ങനെ എൻ്റെ 2 പോയിൻ്റുകൾ, അല്ലെങ്കിൽ 2 മൈൽ സ്റ്റോൺസ് പോയിൻറ്റിൻ്റെ ഏരിയ ഞാൻ കവർ ചെയ്തു. ഇനി ഓർമ്മ കൂടി ആകുമ്പോഴേക്കും ഈ പറയുന്ന ന്യൂസിൽ നിന്നുള്ള ഫുൾ എമൗണ്ട് എനിക്ക് കിട്ടും. അതായത് വെറുതെ ഇങ്ങനെ തന്നെ സ്ക്രോൾ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക. സ്ക്രോൾ ചെയ്ത് കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സമയം കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവരത് ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് സത്യം. ഇതാ മൂന്നാമത്തെ പോയിൻറ്റും 30 സെക്കൻഡ് കൂടുമ്പോൾ എന്തായാലും ക്ലെയിം ചെയ്യപ്പെടും. അപ്പോൾ അടുത്ത പരസ്യം വന്നു. അപ്പോൾ ഈ പരസ്യം വന്ന സ്ഥിതിക്ക് നമുക്കൊരു പരസ്യം പറയാം. നമ്മുടെ എല്ലാ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ചാനലിൽ 2 സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണ്
അത് പിന്നെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ആ ചാനലൊന്നും ചെയ്യാത്തത്. നമ്മളവിടെ ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ചാനലിലും ഇപ്പോഴും ഉണ്ട്, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ചാനലിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പറയുന്ന ന്യൂസിൽ നിന്നുള്ള പോയിൻറ്റുകളെല്ലാം നമുക്ക് ക്ലെയിമായി. ഇപ്പം നമ്മുടെ പോയിൻ്റ് നിലവാരം എത്രയാണെന്ന് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ നമ്മുടെ വാലറ്റിൽ കയറുക, 3718 പോയിൻ്റായി. ഇങ്ങനെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഓരോ ന്യൂസുകളെടുത്ത് സ്ക്രോൾ ചെയ്താൽ മാത്രം മതി. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് എന്ത് ചെയ്യും, നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേപ്പാൽ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡെയിലി 10, 50, 100 ന്യൂസുകൾ അയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.